വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ്. ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്നാണ് താരം പറഞ്ഞത്. ശ്രീജേഷിന്റെ വിരമിക്കൽ 36-ാം വയസ്സിലാണ്. 328 മത്സരത്തിൽ ഇന്ത്യൻ കുപ്പായം ധരിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2 തവണ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിട്ടുണ്ട്. ഖേൽ രത്ന, അർജുന, പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 18 വർഷത്തിനു ശേഷം പാരീസ് ഒളിമ്പിക്സിനായി ടീം ഒരുങ്ങുമ്പോഴും ഗോൾ പോസ്റ്റിന് മുന്നിലെ വിശ്വസ്തനായ ശ്രീജേഷ് ടീമിനൊപ്പമുണ്ട്. താരത്തിന്റെ 4ാം ഒളിമ്പിക്സാണ്. 2012, 16, 20 ഒളിമ്പിക്സുകളിലും ഇന്ത്യൻ ഗോൾ വലയ്ക്ക് ശ്രീജേഷ് ഭദ്രമായ കാവലാളായിരുന്നു. PR ശ്രീജേഷ് ഇപ്പോൾ സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഹൃദയം തൊടുന്ന കുറിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ. കൃഷിക്കാരനായ അച്ഛൻ വീട്ടിലെ പശുവിനെ വിറ്റ് വാങ്ങിക്കൊടുത്ത ഗോൾ കീപ്പിംഗ് കിറ്റുമായാണ് കരിയറിന് തുടക്കമിട്ടത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗമായുള്ള മലയാളി സൂപ്പർ താരത്തിന്റെ വളർച്ചയിലെ ഓരോ പടവുകളും ഓർമ്മപ്പെടുത്തിയാണ് ശ്രീജേഷിന്റെ കുറിപ്പ്. നേട്ടങ്ങളുടെ നെറുകയിൽ അഭിനന്ദന പ്രവാഹത്തിൽ മുങ്ങുമ്പോഴും ഇന്നലകളെ മറക്കാതെയാണ് ശ്രീജേഷിന്റെ വിരമിക്കൽ കുറിപ്പ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടു നീണ്ട കായിക ജീവിതത്തിൽ നന്ദി ഒരുപാട് പേരോട് പറയാനുണ്ടെങ്കിലും സ്വന്തം പിതാവിന്റെ പിന്തുണ സ്നേഹപൂർവ്വം ചേർത്തുവയ്ക്കുകയാണ് ഇന്ത്യൻ ഹോക്കിയുടെ കാവലാൾ. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലെ പഠനകാലമാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. ആദ്യമൊക്കെ ഹോക്കി ആയിരുന്നില്ല തന്റെ ഇഷ്ടവിനോദം. പിന്നീട് അധ്യാപകരാണ് വഴിതിരിച്ചുവിട്ടത്. ഹോക്കി താരമായി അറിയപ്പെടുമ്പോഴും പിന്നീട് ദേശീയ ക്യാമ്പുകളിലെ മറ്റും തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും നല്ലൊരു സ്പോർട്സ് കിറ്റ് പോലും തനിക്കുണ്ടായിരുന്നില്ല. വലിയ വില വരുന്ന കിറ്റ് സ്വന്തമായി വാങ്ങിക്കാനുള്ള ശേഷി കുടുംബത്തിനും ഉണ്ടായിരുന്നില്ല. എങ്കിലും കർഷകനായ അച്ഛൻ തനിക്ക് എല്ലാ പിന്തുണയും നൽകിയിരുന്നതായി ശ്രീജേഷ് ഓർക്കുന്നു. മറ്റു കൃഷികൾക്കൊപ്പം കാലി വളർത്തലും വീട്ടിലുണ്ടായിരുന്നു. ക്ഷീര കർഷകൻ കൂടിയായ അച്ഛൻ വീട്ടിലെ കറവ പശുക്കളിൽ ഒന്നിനെ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് ആദ്യത്തെ ഹോക്കി കിറ്റ് വാങ്ങിത്തന്നത്. പിന്നീട് ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു. വില കൂടിയ സ്പോർട്സ് ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചു തുടങ്ങി. എങ്കിലും ആദ്യ കിറ്റ് വാങ്ങിയ വൈകാരികത തന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ലെന്ന് ശ്രീജേഷ് പറയുന്നു. താൻ നേടിയ ഏറ്റവും വലിയ മെഡലാണ് ഒളിമ്പിക് മെഡൽ. ഇത് തന്റെ അച്ഛന് സമർപ്പിക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇന്ന് രാജ്യം അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ വളർത്തിയത് അച്ഛന്റെ കാരുണ്യവും കരുതലും തന്നെയാണ്. കരിയറിൽ പിന്തുണച്ച കുടുംബം, ടീം അംഗങ്ങൾ, ആരാധകർ എന്നിവർക്ക് നന്ദി അറിയിച്ചാണ് കുറിപ്പ്. 2006-ലാണ് ശ്രീജേഷിന്റെ ഇന്ത്യക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റം. GV രാജ സ്കൂളിൽ നിന്നാണ് ശ്രീജേഷിന്റെ ഹോക്കിയിലെ തുടക്കം. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാവാൻ കഴിഞ്ഞത് വാക്കുകൾക്കപ്പുറത്തുള്ള ആദരവാണ്. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായുള്ള അംഗീകാരം എന്നേക്കും വിലമതിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഹോക്കിയിലെ എൻ്റെ അവസാന അധ്യായത്തിന്റെ പടിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് വീർപ്പുമുട്ടുന്നു. എന്നിൽ വിശ്വസിച്ചതിന് നന്ദി. ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. പുതിയത് ആരംഭിക്കുവാനായി. പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് PR ശ്രീജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. 2006-ലാണ് ഈ എറണാകുളംകാരൻ ദേശീയ ടീമിന്റെ ഭാഗമാകുന്നത്. എറണാകുളം കിഴക്കമ്പലത്തു നിന്ന് രാജ്യാന്തര ഹോക്കിയുടെ നെറുകയിലെത്തിയ ശ്രീജേഷിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കുടുംബമായിരുന്നു ശ്രീജേഷിന് എന്നും കരുത്ത്.